പെട്ടിയൊക്കെ സെറ്റാണ്. അപ്പം നമുക്കൊന്ന് പോയാലോ? വീഡിയോ കണ്ടു നോക്കൂ ഗൈസ്. എല്ലാവർക്കും 1 2 3 ബൂമറങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഈ വീട് വിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ തൊട്ടപ്പുറം തന്നെ വീട് എന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലാണെങ്കിലും കുറേ സാധനം എടുക്കാനുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് അങ്ങനെ കുറവാണ്, ഇങ്ങോട്ട് അധികം വരുത്തില്ല. അപ്പോൾ ഡ്രസ്സ് എടുക്കാനാണെങ്കിൽ നേരം ഇങ്ങോട്ട് വന്നിട്ട് ഈ സമയം ഇവിടെ വന്നിട്ട് എടുത്ത് പോകുന്നതിനേക്കാളും നല്ലതെല്ലാം ആവശ്യമുള്ളതെല്ലാം അങ്ങ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് വേഗം എടുത്തിട്ട് പോകാമല്ലോ. അപ്പോൾ സ്കൂളിൽ തുറക്കാൻ പോകില്ല. അപ്പോൾ സ്കൂൾ യൂണിഫോം ഉണ്ട്, പിന്നെ മദ്രസയിൽ പോകുമ്പോൾ ഇടുന്നതുണ്ട്, പിന്നെ മക്കളെ വീട്ടിൽ നിന്ന് ഇടുന്നത്. മക്കളെ തന്നെ ഞാൻ പറഞ്ഞുതരാം. മദ്രസ, സ്കൂള്, വീട്ടിൽ നിന്ന് ഇടുന്ന, പുറത്ത് പോകുമ്പോൾ ഇടുന്ന കരാട്ട, ഇങ്ങനെ ഒരു 5 സെറ്റ് സാധനം മക്കളത് എടുക്കാനുണ്ട്. പിന്നെ അതിന് ഇന്നർ വെയർ കാര്യങ്ങളെല്ലാം മക്കളത്. പിന്നെ എൻ്റേത് പുറത്ത് പോകുമ്പോൾ ഇടുന്നത്, വീട്ടിൽ നിന്ന് ഇടുന്നത്, ഫർദ, ഈ സാധനങ്ങൾ എൻ്റേത് എടുക്കണുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി എടുത്തു പോകുമ്പോൾ ഒരു ഹെവി ലോഡാവും. ഇപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അവൻ തൊടണ്ട ഇതാ. ഇതിപ്പോൾ ഞാൻ പെട്ടിയിൽ ഓരോന്നിടുന്നത്. ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇടുന്നതും, ഇതിൽ ആ മേലെ കാണുന്ന അതിൽ മക്കളെ യൂണിഫോം സെറ്റാക്കി ആ ഫാമിലി എന്നുള്ളതിൽ. പിന്നെ ഇവിടെ ഒരു മഞ്ഞ പെട്ടിയുണ്ട്. ഇതിൽ വേറെ വീട്ടിൽ നിന്ന് ഇടുന്ന പുറത്ത് പോകുമ്പോൾ ഇടുന്നതും മദ്രസയിൽ പോകുമ്പോൾ ഇടുന്നതും ഇതിൽ സെറ്റാക്കി. പിന്നെ ആ ഒരു പൊട്ടിയ പച്ചക്കൊട്ട ഉണ്ടോ, അതിൽ വീട്ടിൽ നിന്ന് ഇടുന്ന സെറ്റാക്കി. ഇനിയിപ്പോൾ ഇത് പുറത്ത് പോകുമ്പോൾ ഇടുന്ന ഇത് ബാക്കി ഇതിൽ മടക്കി വെക്കാനുള്ള അലമാറേനെ കാലിയാക്കണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യുക. ഞാൻ ലൈവിൽ വരാറുണ്ട്, അപ്പോൾ ലൈവ് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ലൈവിൽ മെയിനായിട്ടൊന്നും കാര്യമായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ എൻ്റെ ചില മോട്ടിവേഷൻസ് അല്ല, എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ടാണ് ഞാൻ ലൈവിൽ വരാറ്. ചിലപ്പോൾ ബിഗ് ബോസിന് പറയും, ചിലപ്പോൾ ട്രെയിനത്തെ യാത്രേൻ്റെ സ്റ്റോറി പറയും, ചിലപ്പോൾ നമ്മളെ മുന്നോട്ടുള്ള എന്തെങ്കിലും അങ്ങനെ ചെറിയ കാര്യങ്ങൾ എടുത്തിട്ട് ഞാൻ ലൈവ് എടുത്ത്. അപ്പോൾ ലൈവ് അറ്റൻഡ് ചെയ്യപ്പെട്ടതിനേക്കാൾ ലൈവ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹസനുസേൻ്റെ പപ്പ വരുന്നുണ്ട്. അപ്പോൾ പപ്പ വന്ന് 1-ാം തീയതി എത്തും. അപ്പോൾ നമ്മളോട് 1-ാം തീയതി കൂട്ടിയിട്ട് ഇതെല്ലാം അവിടെ ഷിഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് ശനിയാഴ്ച അല്ലേ 1-ാം തീയതി ആവുന്നത്. അപ്പോൾ ശനിയാഴ്ച എല്ലാം ഒന്ന് അങ്ങോട്ടേക്ക് അവിടെ പോയി സെറ്റാക്കി വെച്ച് അവിടുന്ന് ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ആങ്ങളെയാണ് കൂട്ടാൻ പോകുന്നത്. അപ്പോൾ അവൻ്റെ കൂടെ തന്നെ പോയി കൂട്ടിയിട്ട് വന്നിട്ട് അവിടെ സ്റ്റേ ചെയ്യാമെന്നുള്ള ഉദ്ദേശം അത്രയാണ് നിൽക്കുന്നത്. അപ്പോൾ മോർ വീഡിയോസ് കാണണം. അപ്പോൾ അവിടുന്ന് വീഡിയോസ് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം എനിക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ പോലെ ഫ്രീ ആയിരിക്കില്ല, ഒരുപാട് വർക്ക് ഉണ്ടാവും. അപ്പോൾ പറ്റുന്നെങ്കിൽ വീഡിയോസ് എടുത്തിടും. പിന്നെ ക്ലാസ് എനിക്ക് ജൂൺ 15 വരെ ഉണ്ട്. അപ്പോൾ അതുവരെയുള്ള എല്ലാ ആൽക്കുലത്തെ പരിപാടികളെല്ലാം ഇങ്ങനെ ഇടയ്ക്കിടെ ഓടും. അപ്പോൾ പപ്പ വരുന്നത്, പപ്പനെ കൂട്ടാൻ വന്നാലും ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അത് ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പോൾ മോർ വീഡിയോസ് കാണുന്നത് വരെ ബൈ.